ഹായ് സ്റ്റുഡൻസ്, ദ കളേഴ്സ് ഓഫ് എർത്ത് എന്ന പോയും അതിൻ്റെ ആക്ടിവിറ്റീസുമാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇമാജിൻ എ വേൾഡ് ഇൻ ജസ്റ്റ് വൺ കളർ, ക്വൈറ്റ് ബോറിങ് ഈസൻറ്റ് ഇറ്റ്? ഈ ലോകം മുഴുവൻ ഒരു സിംഗിൾ കളറിലാണ് എന്നൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കാനാണ് പറയുന്നത്. ക്വൈറ്റ് ബോറിങ് അല്ലേ? അത് വളരെയധികം ബോറിംഗ് ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും. കാരണം എൻ്റയർ വേൾഡ് ഒരൊറ്റ കളറിലാണെങ്കിൽ എന്താണ്, അങ്ങനെ ചിന്തിക്കാൻ പോലും നമുക്ക് പറ്റില്ല. Luckily, our world is filled with a rich variety of colors and cultures. എന്തോ ഭാഗ്യവശാൽ നമ്മളുടെ ലോകത്ത് എന്താണ്, റിച്ച് വെറൈറ്റി ഓഫ് കളേഴ്സും അതുപോലെ തന്നെ കൾച്ചേഴ്സും ഉണ്ട്. ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ് ഉണ്ട്. ഹിയർ ഇസ് എ സോങ് ദാറ്റ് സെലിബ്രേറ്റ് ദ വെറൈറ്റി. ഈ ഒരു വെറൈറ്റി ഓഫ് കളേഴ്സിനെ അല്ലെങ്കിൽ ഈ വേൾഡിലുള്ള ഡൈവേഴ്സിറ്റീസിനെയൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു പോമാണ് ദ കളേഴ്സ് ഓഫ് എർത്ത് എന്ന് പറഞ്ഞ സാറാ പെർട്ടലിൻ്റെ പോം. അപ്പോൾ ആ ഒരു പോമാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ആൻസർ നോക്കാം. വി ആർ മെയ്ഡ് ഓഫ് ദ കളേഴ്സ് ഓഫ് എർത്ത്. ഈച്ച് കളർ ഇസ് ഡിഫറെൻറ്റ്, ഈച്ച് കളർ ഇസ് ട്രൂ. വി ആർ മെയ്ഡ് ഓഫ് ദ കളേഴ്സ് ഓഫ് ദ എർത്ത്. ഐ ലവ് ദ കളർ ദാറ്റ് മെയ്ഡ് യു. വി ആർ മെയ്ഡ് ഓഫ് ദ കളേഴ്സ് ഓഫ് എർത്ത്. നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ ഭൂമിയിലുള്ള നിറങ്ങൾ കൊണ്ടാണ് മനുഷ്യരെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഈച്ച് കളർ ഇസ് ഡിഫറെൻറ്റ്, ഈച്ച് കളർ ഇസ് ട്രൂ. ഓരോ കളറും വ്യത്യസ്തമാണ്, അതുപോലെ തന്നെ ഓരോ കളറും ട്രൂ ആണ്, സത്യവുമാണ്. വി ആർ മെയ്ഡ് ഓഫ് ദ കളേഴ്സ് ഓഫ് ദ എർത്ത്. ഈ ഭൂമിയിലുള്ള ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് കളർ കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഐ ലവ് ദ കളേഴ്സ് ദാറ്റ് മെയ്ഡ് യു. നിന്നെ ഉണ്ടാക്കിയിട്ടുള്ള നിറത്തെ എനിക്കിഷ്ടമാണ്. അപ്പോൾ ഈ ഭൂമിയിലുള്ള ഡിഫറെൻറ്റ് കളേഴ്സിനെ കുറിച്ചും ആ കളേഴ്സ് കൊണ്ടാണ് ഓരോ ജീവജാലങ്ങളെയും എസ്പെഷ്യലി ഹ്യൂമൻ ബീയിങ്സിനെ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നാണ് ഈ ഫസ്റ്റ് സ്റ്റാൻസയിൽ പറയുന്നത്. Second stanza, when I look in the eyes of my friends, I can see topaz, I can see sky, the green and grey of sea rolling by, and the dazzling brown river in the morning. അപ്പോൾ when I look in the eyes of my friends, ഞാൻ എൻ്റെ കൂട്ടുകാരുടെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ, അപ്പോൾ കണ്ണുകളുടെ കളറിനെ കുറിച്ചാണ് പറയുന്നത്. ഓരോ മനുഷ്യൻ്റെ കണ്ണുകളുടെ കളർ ഡിഫറെൻ്റ് ആണ് അല്ലേ? അപ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ള കൂട്ടുകാരുടെ കണ്ണുകൾ ഒബ്സർവ് ചെയ്താൽ തന്നെ പല നിറങ്ങൾ കാണാം. അപ്പോൾ ഇവിടെ പോയിട്ട് ഏതൊക്കെ നിറ കാണുന്നത്? ഐ കെൻ സീ ടോപ്പാസ്. ടോപ്പാസ് എന്ന് പറയുന്നത് ഒരു തരം രത്നക്കല്ലുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. ഒരു യെല്ലോ, ഗോൾഡൻ യെല്ലോ ഒക്കെ ഷെയ്ഡ് വരുന്നതാണ്. അപ്പോൾ ഐ കെൻ സീ ടോപ്പാസ്. ദെൻ ഐ കെൻ സീ സ്കൈ. സ്കൈ എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ആകാശത്തിൻ്റെ നീല നിറം. നല്ല നീല കണ്ണുള്ള കുട്ടികളുണ്ടാവാം. ദ ഗ്രീൻ ആൻഡ് ഗ്രേ ഓഫ് സീ റോളിംഗ് ബൈ. അപ്പോൾ ആ ഒരു കടലിൻ്റെ ഗ്രീൻ ആൻഡ് ഗ്രേ കളറ്, ഗ്രീൻ പച്ച കളറിലെ കണ്ണുകളുണ്ടാവാം, ഗ്രേ കളറിലെ കണ്ണുകളുണ്ടാവാം. ആൻഡ് ദ ഡാസ്ലിംഗ് ബ്രൗൺ റിവർ ഇൻ ദ മോർണിംഗ്. ആ ഒരു പ്രഭാതത്തിൽ ഇങ്ങനെ ഡാസിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാപ്പി കളറ് റിവേഴ്സ്, ആ റിവറിൻ്റെ ബ്രൗൺ കളറ്. അപ്പോൾ തൻ്റെ ഫ്രണ്ട്സിൻ്റെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ വൈവിധ്യങ്ങളാർന്ന കളറുകളാണ് കാണുന്നത്. ടോപ്പാസ് കാണുന്നുണ്ട്, പിന്നെ സ്കൈയുടെ ബ്ലൂ കളർ കാണുന്നുണ്ട്, ഗ്രീൻ ആൻഡ് ഗ്രേ, അതുപോലെ തന്നെ ബ്രൗൺ. ഇത്രയും കളറുകളിലെ കണ്ണുകൾ കാണുന്നുണ്ട് ചുറ്റും. അപ്പോൾ ഈ ഒരു സ്റ്റാൻസിൽ എന്താണ്, റെക്കഗ്നൈസിങ് ആൻഡ് സെലിബ്രേറ്റിംഗ് ബ്യൂട്ടി ഓഫ് ഡൈവേഴ്സിറ്റിയാണ്. അതായത് ഈ വൈവിധ്യങ്ങളിലുള്ള ഒരു ഭംഗി, അതിനെ റെക്കഗ്നൈസ് ചെയ്യുക, തിരിച്ചറിയുകയും അതിനെ സെലിബ്രേറ്റ് ചെയ്യുകയും കൂടിയാണ് ഈ ഒരു സെക്കൻഡ് സ്റ്റാൻസയിൽ ചെയ്യുന്നത്. ഇനി തേർഡ് സ്റ്റാൻസ, when I look at the hands of my friends, I can see chestnut, I can see corn, the color of wheat and dappled brown fawn, and the sun-kissed black trees in the morning. അപ്പോൾ ഇനി when I look at the hands of my friends, എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൈകളിലേക്ക് നോക്കുമ്പോൾ, ഇവിടെ കൈകൾ എന്ന് ഉദ്ദേശിക്കുന്നത് സ്കിൻ കളറാണ് അല്ലേ? ചുറ്റുമുള്ള ഓരോ ആളുകളുടെ സ്കിൻ കളറും ഡിഫറെൻ്റ് ആണ്. ഐ കെൻ സീ ചെസ്നട്ട്. എനിക്ക് ചെസ്നട്ട് കാണാം. ഈ മുകളിലെ പിക്ചറിൽ കാണുന്നതാണ് ചെസ്നട്ട്. അപ്പോൾ ആ ഒരു ചെസ്നട്ടിൻ്റെ കളറുള്ള സ്കിന്ന് കാണാം. ഐ കെൻ സീ കോൺ. കോൺ എന്ന് പറഞ്ഞാൽ ചോളം. ആ ഒരു കോണിൻ്റെ യെല്ലോയിഷ് ഗോൾഡൻ കളറിലുള്ള ആളുകളെ കാണാം. ദ കളർ ഓഫ് വീറ്റ്. ഗോതമ്പിൻ്റെ നിറമുള്ള ആളുകളെ കാണാം. ആൻഡ് ഡേപ്പിൾഡ് ബ്രൗൺ ഫോൺ. ഡേപ്പിൾഡ് എന്ന് പറഞ്ഞാൽ കുത്തുകളുള്ള, ബ്രൗൺ കാപ്പി, ഫോൺ എന്ന് പറഞ്ഞാൽ മാൻകുട്ടിയാണ്. ആ ഒരു പിക്ചറിൽ കാണുന്നത് പോലെ ആ ഒരു ബ്രൗൺ കളറായിട്ടുള്ള ആളുകളെയും കാണാം. ആൻഡ് ദ സൺ കിസ്ഡ് ബ്ലാക്ക് ട്രീസ് ഇൻ ദ മോർണിംഗ്. പ്രഭാതത്തിൽ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുമ്പോൾ അതിൻ്റെ ആ ഒരു ലൈറ്റ് ഇങ്ങനെ തട്ടിയിട്ട് ഒരു ഡാർക്ക് ബ്ലാക്ക് കളറിൽ നിൽക്കുന്ന ആ ഒരു മരങ്ങളുടെ ഷെയ്ഡുള്ള ആളുകളെയും കാണാം. അതായത് ചുറ്റുമുള്ള വ്യത്യസ്തമായ ആളുകളുടെ കളറിനെ കുറിച്ചാണ് പറയുന്നത്. ഈച്ച് പേഴ്സൺ ഈസ് യുണീക്ക് ആൻഡ് വാല്യുബിൾ ജസ്റ്റ് ലൈക്ക് മെനി കളേഴ്സ് ഫൗണ്ട് ഇൻ ദ നേച്ചർ.
അതായത് നമുക്ക് ചുറ്റുമുള്ള ഓരോ ആളുകളും എന്താണ് യുണീക്കാണ്, വ്യത്യസ്തരാണ്. അതുപോലെ തന്നെ അവർക്കൊക്കെ അവരുടേതായ വാല്യൂസ് ഉണ്ട് അല്ലേ. പ്രകൃതിയിൽ കാണുന്ന ഡിഫറെൻറ്റ് കളേഴ്സ് പോലെ ആ കളേഴ്സിന് എന്തെല്ലാം വാല്യൂസ് നമ്മൾ കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ചുറ്റും ഡിഫറെൻ്റ് ആയിട്ടുള്ള ആളുകളുണ്ട്, അവരൊക്കെ വാല്യുബിളാണ് എന്നാണ് പറയുന്നത്. Then next answer, tell me the names of colors of the earth, the purple of eggplant, the orange of peach, the green and black of the stones on the beach, and the sun on the mountain in the morning. Tell me the names of colors of earth. എന്നോട് പറയൂ എന്ന് കവി ആവശ്യപ്പെടുകയാണ്. ഈ ഒരു എർത്തിലുള്ള കളേഴ്സ് ഏതൊക്കെയാണെന്ന് എന്നോട് പറയൂ. ദ പേർപ്പിൾ ഓഫ് എഗ് പ്ലാന്റ്, ഒരു എഗ് പ്ലാന്റിൻ്റെ പേർപ്പിൾ. എഗ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ആ മുകളിൽ ചിത്രത്തിൽ കാണുന്നതാണ് അല്ലേ. അപ്പോൾ ആ ഒരു എഗ് പ്ലാന്റിൻ്റെ പേർപ്പിൾ കളറ്. ദ ഓറഞ്ച് ഓഫ് പീച്ച്, പീച്ച് പഴങ്ങളുടെ ഓറഞ്ച് കളറ്. ദ ഗ്രീൻ ആൻഡ് ബ്ലാക്ക് ഓഫ് ദ സ്റ്റോൺസ് ഓഫ് ദ ബീച്ച്, ബീച്ചിൽ കാണപ്പെടുന്ന കല്ലുകളുടെ പച്ചയും കറുപ്പുമായിട്ടുള്ള കളറുകൾ. ആൻഡ് ദ സൺ ഓൺ ദ മൗണ്ടെയിൻ അറ്റ് ദ മോർണിംഗ്, പ്രഭാത സൂര്യൻ, ആ ഒരു മൗണ്ടെയിൻ മലഞ്ചെരുവിലൂടെ പ്രഭാതത്തിൽ സൂര്യൻ ഇങ്ങനെ പൊട്ടി വിടരുന്ന സമയത്തുള്ളാവുന്ന ആ ഒരു കളറ്. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള നേച്ചറിൽ കാണുന്ന വെറൈറ്റീസ് ഓഫ് കളേഴ്സിനെയാണ് ഈ സ്റ്റാൻസയിൽ പറയുന്നത്. സെലിബ്രേറ്റ്സ് ദ ബ്യൂട്ടി ആൻഡ് ഡൈവേഴ്സിറ്റി ഓഫ് ബോത്ത് നാച്ചുറൽ വേൾഡ് ആൻഡ് ഹ്യൂമൻ ബീയിങ്സ്. അപ്പോൾ ഈ ഒരു കവിതയിലൂടെ കവി ചെയ്യുന്ന എന്താണ്, ബ്യൂട്ടി ആൻഡ് ഡൈവേഴ്സിറ്റി, ഭംഗിയും അതുപോലെ തന്നെ വൈവിധ്യങ്ങളും, എന്തിൻ്റെയൊക്കെ, നമ്മുടെ പ്രകൃതിയുടെയും അതുപോലെ തന്നെ മനുഷ്യജീവനുകളുടെയും, മനുഷ്യരുടെയും പ്രകൃതിയുടെയും ഭംഗിയും ഡൈവേഴ്സിറ്റിയും ഒരുപോലെ കമ്പയർ ചെയ്ത് ആസ്വദിക്കുന്ന ഒരു കവിതയാണിത്. സോ ഇനി കവിതയുടെ താഴെയുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് കളേഴ്സ് ആർ വി മെയ്ഡ് ഓഫ്? നമ്മൾ എന്തൊക്കെ കളർ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? വി ആർ മെയ്ഡ് അപ്പ് ഓഫ് ദ കളേഴ്സ് ഓഫ് എർത്ത്. ഈ ഭൂമിയിലുള്ള ഡിഫറെൻറ്റ് കളേഴ്സ് കൊണ്ടാണ് നമ്മൾ നിർമ്മിച്ചിട്ടുള്ളത്. വാട്ട് കളേഴ്സ് ക്യാൻ ദ സ്പീക്കർ സീ ഇൻ ദ ഐസ് ഓഫ് ദെയർ ഫ്രണ്ട്സ്? തൻ്റെ കൂട്ടുകാരുടെ കണ്ണുകളിൽ എന്തൊക്കെ കളേഴ്സായിരുന്നു കണ്ടിരുന്നത്? ടോപ്പാസ്, സ്കൈ ബ്ലൂ, ഗ്രീൻ, ഗ്രേ ആൻഡ് ബ്രൗൺ. ഇത്രയും കളറുകളായിരുന്നു തൻ്റെ അടുത്തിരിക്കുന്ന കൂട്ടുകാരുടെ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ കവിക്ക് കാണാൻ സാധിച്ചത്. Then third question, what natural thing does the speaker mention in the song? എന്തൊക്കെ പ്രകൃതിയിലുള്ള കാര്യങ്ങളാണ് കവി ഈ ഒരു കവിതയിലൂടെ പറഞ്ഞിട്ടുള്ളത്? സ്കൈ, ആകാശത്തെ പറ്റി പറയുന്നുണ്ട്. ദെൻ റോളിംഗ് സീ, റിവർ ഇൻ ദ മോർണിംഗ്, സൺ കിസ്ഡ് ട്രീസ്, ഗ്രീൻ ആൻഡ് ബ്ലാക്ക് സ്റ്റോൺസ് ഓഫ് ബീച്ച്, സൺ ഓൺ ദ മൗണ്ടെയിൻ. അങ്ങനെ ഒരുപാട് നേച്ചറിലുള്ള കാര്യങ്ങൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. Then fourth question, what is the speaker trying to convey about the relationship between humans and nature? മനുഷ്യരും പ്രകൃതിയും തമ്മിലുള്ള എന്ത് ബന്ധത്തെയാണ് കവി ഈ ഒരു കവിതയിലൂടെ വരച്ച് കാണിക്കുന്നത്? ഹ്യൂമൻ ബീയിങ്സ് ആർ എ പാർട്ട് ഓഫ് നേച്ചർ. മനുഷ്യർ എന്ന് പറഞ്ഞത് പ്രകൃതിയുടെ ഒരു ഭാഗമാണ്. വി ആർ മെയ്ഡ് അപ്പ് ഓഫ് ദ കളേഴ്സ് ഓഫ് എർത്ത്. ഈ ഭൂമിയിലുള്ള ഡിഫറെൻറ്റ് കളേഴ്സ് കൊണ്ടാണ് നമ്മൾ നിർമ്മിച്ചിട്ടുള്ളത്. ഹിയർ സ്പീക്കർ ഈസ് സെലിബ്രേറ്റിംഗ് ദ ബ്യൂട്ടി ആൻഡ് ഡൈവേഴ്സിറ്റി ഓഫ് ബോത്ത് നാച്ചുറൽ വേൾഡ് ആൻഡ് ഹ്യൂമൻ ബീയിങ്സ്. നാച്ചുറൽ വേൾഡിൻ്റെയും അതുപോലെ തന്നെ മനുഷ്യരുടെ ഇടയിലുള്ള ബ്യൂട്ടിയും അതുപോലെ തന്നെ വൈവിധ്യത്തെയും ഒരുപോലെ സെലിബ്രേറ്റ് ചെയ്യാണ് ഈ ഒരു കവിതയിലൂടെ കവി ചെയ്യുന്നത്. Then fifth question, what colors does the speaker see on the beach? ബീച്ചിൽ എന്തെല്ലാം കളറുകളാണ് കാണുന്നത്? ഗ്രീൻ ആൻഡ് ബ്ലാക്ക് കളേഴ്സ് ഓഫ് സ്റ്റോൺസ്, ആ കല്ലുകളിലുള്ള പച്ച നിറം അതുപോലെ തന്നെ ബ്ലാക്ക് ആയിട്ടുള്ള കല്ലുകൾ, ഇതൊക്കെയാണ് ബീച്ചിൽ കാണുന്നത്. സിക്സ്ത് ക്വസ്റ്റ്യൻ, വാട്ട് തിങ്സ് ഡിസ്ക്രൈബ്ഡ് ഇൻ ദ സോങ് അട്രാക്റ്റ് യു ദ മോസ്റ്റ്? വൈ? ഈ കവിതയിൽ പറയുന്ന എന്ത് കാര്യമാണ് നിങ്ങളെ കൂടുതലായിട്ട് അട്രാക്റ്റ് ചെയ്തത്? അതിന് കാരണം എന്താണ്? The different colors on the earth described in the song attracted me most. അങ്ങനെ വേണമെങ്കിൽ പറയാമല്ലേ, ഈ കവിതയിൽ എർത്തിലുള്ള ഡിഫറെൻറ്റ് കളേഴ്സിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അതാണ് എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്തത് എന്ന് പറയാം. ബിക്കോസ് ഇറ്റ് സെലിബ്രേറ്റ്സ് ഡൈവേഴ്സിറ്റി. അതിന് കാരണം എന്താണ്? അത് വൈവിധ്യങ്ങളെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഓരോരുത്തരെയും അല്ലെങ്കിൽ ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്രീച്ചേഴ്സിനെയും ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അതൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. Then moving to first activity, list out the colors mentioned in the song The Colors of the Earth. ഈ ഒരു പോയത്തിൽ ഒരുപാട് കളേഴ്സ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിനെ ലിസ്റ്റ് ചെയ്യാനാണ്. ചെസ്നട്ട്, ടോപ്പാസ്, ഇത് രണ്ടും അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏതൊക്കെ കളറുണ്ട്? സ്കൈ ബ്ലൂ, ഗ്രീൻ, ഗ്രേ, ബ്രൗൺ, കോൺ, വീറ്റ്, ദെൻ ബ്ലാക്ക്, പേർപ്പിൾ, ഓറഞ്ച്. ഇത്രയും കളേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഈ ഒരു കവിതയിൽ. Then second activity, nature is full of beautiful colors that inspire us. ഈ
ഈച്ച് ഷെയ്ഡ് റിഫ്ലെക്ട്സ് ദ വേൾഡ് അറൗണ്ട് us. അപ്പോൾ നേച്ചറിൽ എന്താണ് നമ്മൾ ഇൻസ്പയർ ചെയ്യാവുന്ന രീതിയിൽ ഒരുപാട് കളേഴ്സ് ഉണ്ട്. അതിൽ ക്വസ്റ്റ്യൻ നോക്കാം. ദർ ആർ സം കളേഴ്സ് ദാറ്റ് ഗോ വിത്ത് ഫ്രൂട്ട്സ്, ആഡ് ഫ്യൂ മോർ. ചില കളേഴ്സ് നമ്മൾ ഫ്രൂട്ട്സുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പറയാറുണ്ട് അല്ലേ. അപ്പോൾ അവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് ആപ്പിൾ റെഡ്, ബനാന യെല്ലോ, അതുപോലത്തെ എക്സാമ്പിൾസാണ്. അപ്പോൾ ഇതൊക്കെ പീച്ച് ഓറഞ്ച്, ഓറഞ്ച്, ഗ്രേപ്പ് വയലറ്റ്, മാംഗോ യെല്ലോ, ബ്ലൂബെറി ബ്ലൂ, കിവി ഗ്രീൻ, ലെമൺ യെല്ലോ. ഇതുപോലെ വേറെ ഒരുപാട് ഫ്രൂട്ട്സുമായിട്ട് അസോസിയേറ്റ് ചെയ്ത കളേഴ്സ് ഉണ്ട് കേട്ടോ. അതവിടെ ആഡ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക്. ദെൻ അതിൽ ബി ക്വസ്റ്റ്യൻ നോക്കൂ. സം കളേഴ്സ് ക്യാൻ ബി പെയർഡ് വിത്ത് ഒബ്ജക്ട്സ് ഓർ നാച്ചുറൽ ഫിനോമിനൻ. റൈറ്റ് എ ഫ്യൂ മോർ. ചില കളേഴ്സ് എന്താണ് ചില വസ്തുക്കളുമായിട്ട് അല്ലെങ്കിൽ ചില പ്രകൃതിയിലുള്ള പ്രതിഭാസങ്ങളുമായിട്ടൊക്കെ അസോസിയേറ്റ് ചെയ്യാറുണ്ട്. എക്സാമ്പിളായിട്ട് അവിടെ സ്കൈ ബ്ലൂ, അതേപോലെ സൺസെറ്റ് ഓറഞ്ച് എന്ന് കൊടുത്തിട്ടുണ്ട്. വേറെ എന്തൊക്കെ കൊടുക്കാം? സ്നോ വൈറ്റ്, മഞ്ഞുമായിട്ട് അസോസിയേറ്റ് ചെയ്ത്. ദെൻ നൈറ്റ് ബ്ലാക്ക്, ഓഷ്യൻ ബ്ലൂ, ഗ്രാസ് ഗ്രീൻ, സൺഷൈൻ യെല്ലോ, റൂബി റെഡ്, എമറാൾഡ് ഗ്രീൻ. ഇതുപോലെ വേറെ എന്തൊക്കെ ഒബ്ജക്റ്റും ഫിനോമിനുമായിട്ടാണ് അസോസിയേറ്റ് ചെയ്ത കളേഴ്സാണുള്ളതെന്ന് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ദെൻ സി ക്വസ്റ്റ്യൻ. എ ഫ്യൂ കളേഴ്സ് ആർ പെയർഡ് വിത്ത് ഫുഡ് ഐറ്റംസ്, ഗിവ് മോർ എക്സാമ്പിൾസ്. ചില കളേഴ്സ് എന്നാണ് നമ്മൾ ഫുഡുമായിട്ട് അസോസിയേറ്റ് ചെയ്യാറുണ്ട് അല്ലേ. ചോക്ലേറ്റ് ബ്രൗൺ, ടൊമാറ്റോ റെഡ് എന്നാണ് കൊടുത്തിട്ടുണ്ട്. പിന്നെ കോമൺ ആയിട്ട് വരുന്ന ഒന്നാണ് കോഫി ബ്രൗൺ. ദെൻ ടെർമറിക് യെല്ലോ, മിൻറ്റ് ഗ്രീൻ, സാഫ്രൺ യെല്ലോ, സ്പിനാച്ച് ഗ്രീൻ, എഗ് യോക്ക് യെല്ലോ, സ്ട്രോബെറി റെഡ് എന്നുള്ളതൊക്കെ. ഇനി വീണ്ടും ബാക്കി കളേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് കളേഴ്സ് ഉണ്ട്. ഇതുപോലെ നമ്മൾ ഫുഡുമായിട്ടും പല പല ഒബ്ജക്റ്റുമായിട്ടും നാച്ചുറൽ ഫിനോമിനുമായിട്ടുമൊക്കെ അസോസിയേറ്റ് ചെയ്ത് പറയുന്ന ഒരുപാട് കളേഴ്സ് ഉണ്ട്. ദെൻ മൂവിങ് ടു തേർഡ് ആക്ടിവിറ്റി. 2 ലൈൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ദ ഗ്രീൻ ആൻഡ് ദ ഗ്രേ ഓഫ് ദ സീ റോളിംഗ് ബൈ ആൻഡ് ദ ഡാസ്ലിംഗ് ബ്രൗൺ റിവർ ഇൻ ദ മോർണിംഗ്. ഫൈൻഡ് ഔട്ട് ദ ഡിസ്ക്രൈബിംഗ് വേർഡ്സ് ഓഫ് ദ ഒബ്ജക്റ്റ് ഓർ നാച്ചുറൽ ഫിനോമിനൻ. ഈ ഒരു ലൈൻസിലുള്ള ഡിസ്ക്രൈബിംഗ് വേർഡ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണല്ലേ. ഇപ്പോൾ ഗ്രീൻ എന്ന് അതുപോലെ ഗ്രേ എന്ന് പറയുന്ന 2 വേർഡ്സ് യൂസ് ചെയ്ത് സീയെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. പിന്നെ റോളിംഗ് എന്ന് പറഞ്ഞ വേർഡും യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡാസ്ലിംഗ് ബ്രൗൺ റിവർ എന്നും പറയുന്നുണ്ട് അല്ലേ. ഫൈൻഡ് സിമിലർ ഡിസ്ക്രൈബിംഗ് വേർഡ്സ് ഓഫ് ഒബ്ജക്റ്റ് നാച്ചുറൽ ഫിനോമിന ഫ്രം ദ സോങ്. അപ്പോൾ ഈ ഒരു സോങ്ങിൽ നിന്ന് ഇതുപോലുള്ള ഡിസ്ക്രൈബിംഗ് വേർഡ്സ് കുറച്ചെണ്ണം കണ്ടെത്താനാണ്. ഡാപ്പിൾഡ്, സൺ കിസ്ഡ്, പേർപ്പിൾ ഓഫ് എഗ് പ്ലാന്റ്, ദെൻ ഓറഞ്ച് ഓഫ് പീച്ച്, ഗ്രീൻ ആൻഡ് ബ്ലാക്ക് സ്റ്റോൺസ്, ഇതുപോലെയൊക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഇനി സി ക്വസ്റ്റ്യൻ നോക്കൂ. റൈറ്റ് സെൻറ്റൻസസ് ഓഫ് യുവർ ഓൺ യൂസിങ് ദ വേർഡ്സ് യു ഹാവ് ഫൗണ്ട് ഔട്ട്. അപ്പോൾ നിങ്ങൾ കണ്ടെത്തിയ ഈ ഒരു ഡിസ്ക്രൈബിംഗ് വേർഡ്സ് യൂസ് ചെയ്ത് സെൻറ്റൻസസ് ഉണ്ടാക്കാനാണ്. അവിടെ 2 എക്സാമ്പിൾസ് എടുത്തിട്ടുണ്ട്. ഐ വാസ് വാക്കിംഗ് ബൈ എ സൺ കിസ്ഡ് ബിൽഡിംഗ്. ദ ഗ്രീൻ ഓഫ് ദ യൂണിഫോം വാസ് ഡാസ്ലിംഗ്. ഇനി വേറെ കൊടുക്കാം. ഡാപ്പിൾഡ് എന്ന് പറഞ്ഞാൽ പുള്ളികളുള്ളതാണ് അർത്ഥം. ദ ഡേപ്പിൾഡ് ഗ്രേ ഹോഴ്സ് വാസ് റെസ്റ്റിംഗ് അണ്ടർ ദ ട്രീ. The sun-kissed beach was warm and beautiful. The green grass was soft and cool. ഇതുപോലെ ബാക്കി വേർഡ്സ് യൂസ് ചെയ്ത് ഒരുപാട് സെൻറ്റൻസസ് നിങ്ങൾക്ക് മേക്ക് ചെയ്യാവുന്നതാണ്. ദെൻ ദ ഫോർത്ത് ആക്ടിവിറ്റി. വിച്ച് കളർ ഡു യു ലൈക്ക് ദ മോസ്റ്റ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാണ്? നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കളർ ഏതാണ്? ഇപ്പോൾ ഞാനിവിടെ റെഡ് എന്ന് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് എഴുതണം. ദെൻ ബി. റൈറ്റ് ദ നെയിംസ് ഓഫ് ആസ് മെനി കളേഴ്സ് ആസ് പോസിബിൾ യു ക്യാൻ തിങ്ക് ഓഫ്. നിങ്ങൾക്ക് ചിന്തിക്കാവുന്ന എത്ര കളേഴ്സ് ഉണ്ടോ അത്രയും കളേഴ്സിൻ്റെ പേര് ലിസ്റ്റ് ചെയ്യാനാണ് അല്ലേ. ഒരുപാട് കളേഴ്സ് ഉണ്ട് ഈ ഒരു അർത്ഥത്തിൽ എന്ന് നമ്മൾ ഈ പോയത്തിലൂടെ തന്നെ പഠിച്ചു. അപ്പോൾ കുറച്ച് കോമൺ കളേഴ്സാണ് ഞാൻ അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. റെഡ്, ബ്ലാക്ക്, വൈറ്റ്, ബ്ലൂ, യെല്ലോ, ഗ്രീൻ, ഓറഞ്ച്, പിങ്ക്, പേർപ്പിൾ. ഒക്കെ ഇനി കൂടുതൽ കളേഴ്സ് ഉണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, ലിസ്റ്റ് ചെയ്യുക. ഒരു ലോങ് ലിസ്റ്റ് തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഇനി അതിൽ സി ക്വസ്റ്റ്യൻ ഒരു രസകരമായിട്ടുള്ള ആക്ടിവിറ്റിയാണ്. സിറ്റ് ഇൻ ഗ്രൂപ്പ്സ് ആൻഡ് ഫൈൻഡ് പിക്ചേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് കളേഴ്സ് ഫ്രം മാഗസീൻസ്. ഗ്രൂപ്പായിട്ടിരുന്ന് നിങ്ങൾ ലിസ്റ്റ് ചെയ്ത കളേഴ്സിൻ്റെ പിക്ചേഴ്സ് ഉണ്ടല്ലോ, അത് പല മാഗസീനിൽ നിന്നൊക്കെ കട്ട് ചെയ്യുക. ഈ കളറിൻ്റെ പീസസ് കട്ട് ചെയ്യുക. ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ കലണ്ടേഴ്സൊക്കെ യൂസ് ചെയ്യാം. ഡിസൈൻ എ ചാർട്ട് ടു ഷോക്കേസ് യുവർ കളർഫുൾ വർക്ക്. ഇനി ഈ കളേഴ്സ് നിങ്ങൾ കട്ട് ചെയ്ത് പല പല കളറിൻ്റെ പീസസ് ഉണ്ടല്ലോ, ഇതൊക്കെ പല ഷേപ്പിലൊക്കെ ആക്കി ഒട്ടിച്ചുകൊണ്ട് ചാർട്ടിൽ ഒട്ടിച്ച് ഒരു കളർഫുൾ ഷോ തന്നെ ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈച്ച് ഗ്രൂപ്പ് ക്യാൻ ആഡ് ക്രിയേറ്റീവ് ടൈറ്റിൽ ടു ദെയർ ചാർട്ട് ആൻഡ് പ്രസൻറ്റ് ഇറ്റ് ഇൻ ദ ക്ലാസ്. അപ്പോൾ ഓരോ ഗ്രൂപ്പിനും എന്താണ് അവർ കൊടുത്ത ചാർട്ടിന് എന്തെങ്കിലും ടൈറ്റിലൊക്കെ കൊടുത്തിട്ട് അത് ക്ലാസ്സിൽ പ്രസൻറ്റ് ചെയ്യാം. എന്തുകൊണ്ടാണ് ഓരോ കളേഴ്സും നിങ്ങൾ സെലക്ട് ചെയ്തത്, അല്ലെങ്കിൽ ആ ഷേപ്പ് എന്തിനാണ് സെലക്ട് ചെയ്തത്. അങ്ങനെ പല പല കളറിൻ്റെ പീസസ് ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് ഒരു ചാർട്ടിൽ ബ്യൂട്ടിഫുൾ ആക്കിയിട്ട് ഒരു ഷോ ഉണ്ടാക്കാനാണ്.
ദെൻ ലാസ്റ്റ് ആക്ടിവിറ്റി നിങ്ങൾക്ക് ചെയ്യാനുള്ളൊരു കാര്യമാണ് കൊറിയോഗ്രാഫ് ദ സോങ് ഇൻ ദ ക്ലാസ് ഓർ സ്കൂൾ ഓഡിറ്റോറിയം. ഈ ഒരു സോങ്ങിനെ ഒന്ന് കൊറിയോഗ്രാഫ് ചെയ്യാനാണ്. എന്തൊക്കെ ചെയ്യണം? സിമ്പിളായിരിക്കണം, പിന്നെ കുറച്ച് ഫണ്ണി എലമെൻറ്റ്സ് ഒക്കെ ആഡ് ചെയ്യണം, പിന്നെ യൂസ് മാസ്ക് ഫ്രം ഡിഫറെൻറ്റ് കൾച്ചേഴ്സ്, പല കൾച്ചറിലുള്ള മാസ്കുകളൊക്കെ യൂസ് ചെയ്യാം, പിന്നെ ഓരോരുത്തർക്കും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്റ്റെപ്സൊക്കെ ഡിസൈൻ ചെയ്ത് ഈ ഒരു സോങ്ങിനെ ഒന്ന് കൊറിയോഗ്രാഫ് ചെയ്യാനാണ്. അപ്പോൾ എല്ലാവരും അത് സ്കൂളിൽ അതൊക്കെ ചെയ്യാൻ ശ്രമിക്കുക, എൻ്റെ ക്ലാസ്സിലൊക്കെ അതൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. സോ ഈ വീഡിയോയിൽ ദ ഡിഫറെൻറ്റ് കളേഴ്സ് ഓഫ് എർത്ത് എന്ന് പറഞ്ഞ പോവും, അതുപോലെ തന്നെ അതിൻ്റെ താഴെ വന്നിട്ടുള്ള ആക്ടിവിറ്റീസൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. ഓരോ ആക്ടിവിറ്റിയും ക്ലിയർ ആയെന്നും അതുപോലെ തന്നെ പോയത്തിൻ്റെ എല്ലാ ലൈൻസും എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. കീപ് വാച്ചിങ്. താങ്ക് യു ഓൾ.